പഠിച്ചത് എപ്പോഴും മറന്നു പോകുന്നു. എല്ലാവർക്കും ഉള്ളൊരു പ്രശ്നമായിരിക്കും ഇത്, അല്ലേ? അപ്പോൾ നമ്മൾ ഈ പഠിക്കുന്ന കാര്യങ്ങൾ നമ്മൾക്ക് ഏറ്റവും ഈസി ആയിട്ട് നമ്മുടെ മെമ്മറിയിൽ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ഈസി ടിപ്സാണ് മിസ് പറയുന്നത്. അപ്പോൾ ഈ ഒരു ടിപ്സ് ഫോളോ ചെയ്യുമെന്ന് ഉറപ്പുള്ളവർ മാത്രം എന്ത് ചെയ്യുക, ഈ ഒരു വീഡിയോ കണ്ടിന്യൂസ് ആയിട്ട് കണ്ടാൽ മതി. അതേപോലെ തന്നെ ഫോളോ ചെയ്യുന്ന ഉറപ്പുള്ളവർ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക, യെസ് മിസ് ഞാനിത് ഫോളോ ചെയ്യുന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഈസി ആയിട്ടുള്ള ടിപ്സാണ്. ചിലപ്പോൾ ഇതിൽ കുറേ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓൾറെഡി ചെയ്യുന്നുണ്ടാകും. അതിൽ ഒന്നാമത്തെ ടിപ്പാണ് മേക്ക് യുവർ ഓൺ കോഡ്സ്. അതായത് നമ്മൾ കുറേ കാര്യങ്ങൾ പഠിക്കും. പ്രത്യേകിച്ച് ഇപ്പോൾ നിങ്ങൾ നീറ്റിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നമുക്ക് ഒത്തിരി പഠിക്കാറുണ്ട്. പ്രത്യേകിച്ച് ബയോളജിയുടെ കാര്യം പറയുമ്പോൾ അതിനകത്ത് കുറേ ടേംസ് വരുന്നുണ്ട്. അപ്പോൾ ഇത് പഠിക്കാൻ നമുക്കിപ്പോൾ എന്താണ് ചെയ്യാൻ പറ്റുക? അപ്പം നമ്മൾ ഒരു കഥ നമ്മൾ കേട്ട് കഴിഞ്ഞാൽ നമ്മൾ ആ കഥ മറക്കാറില്ല, അല്ലേ? അല്ലെങ്കിൽ നമ്മളൊരു സിനിമ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ആ സിനിമ മറക്കാറില്ല. അതിന് കാരണം ആ സ്റ്റോറി നമ്മളുടെ മനസ്സിൽ നിൽക്കുന്നത് കൊണ്ടാണ്. പിന്നെ നമ്മളത് വിഷ്വലൈസ് ചെയ്ത് കാണുന്നത് കൊണ്ടുകൂടിയാണ്. അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ പഠിക്കാനുള്ള കോൺസെപ്റ്റുകൾ, എല്ലാ കോൺസെപ്റ്റും ചിലപ്പോൾ ഇതേപോലെ നമുക്ക് കോഡാക്കാൻ പറ്റണമെന്നില്ല. ചിലത് അങ്ങനെ അങ്ങ് പഠിക്കാൻ പാടില്ലാത്ത കോൺസെപ്റ്റുകളും ഉണ്ട്. അതായത് ഒരു കോഡ് വിട്ടുപോയി കഴിഞ്ഞാൽ കംപ്ലീറ്റ് നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്ന കാര്യങ്ങളൊന്നും അങ്ങനെ ചെയ്യാത്തതാണ് നല്ലത്. പക്ഷേ പറ്റുന്നതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, കോഡുകളാക്കി പഠിക്കാം. ഓക്കെ, അപ്പോൾ ഞാനതിനൊരു എക്സാമ്പിൾ, ഇപ്പോൾ നമ്മളുടെ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുള്ളൊരു കോഡായിരിക്കും. നമ്മുടെ സെൽ സൈക്കിൾ ആൻഡ് സെൽ ഡിവിഷൻ എന്ന് പറയുന്ന +1 ചാപ്റ്ററിനെ മിസ് ഒരു കോഡാക്കിയിട്ടുണ്ടായിരുന്നു, അല്ലേ? നമ്മുടെ ലെപ്റ്റോ സൈഗോൻ്റെ പാക്കറ്റിൽ കൈ ഡിപ്പ് ചെയ്തപ്പോൾ ഡൈ ആയി. അപ്പോൾ ഇതാണ് നമ്മുടെ ലെപ്റ്റോ. എന്ത് ചെയ്തു? സൈഗോ കണ്ടോ? സൈഗോൻ്റെ കയ്യിൽ ഇവിടെ ഒരു പാക്കറ്റൊക്കെ ഉണ്ട്. അപ്പോൾ ആ പാക്കറ്റിൽ കൈ ഡിപ്പ് ചെയ്തപ്പോൾ എന്ത് ചെയ്തു? നമ്മുടെ ലെപ്റ്റോ ഡൈ ആയി. അപ്പോൾ ഇവിടെ നിങ്ങൾക്കിത് മിസ് പറഞ്ഞപ്പം നിങ്ങളുടെ മനസ്സിലൊരു പിക്ചർ വന്നല്ലോ. ഒരു കുട്ടിയുണ്ട്, ആ കുട്ടി മറ്റൊരാളുടെ പാക്കറ്റിൽ കൈ ഡിപ്പ് ചെയ്തു, കൈ ഡിപ്പ് ചെയ്തപ്പോൾ ഡൈ ആയി. അപ്പോൾ നമുക്കിവിടെ വേണ്ടത് ലെപ്റ്റോ, സൈഗോ, പാക്കറ്റ്, ഡിപ്പ്, ഡൈ. ഇത്രയും വാക്കുകളാണ് നമുക്കിവിടെ ആവശ്യം. അപ്പോൾ ഇതിൽ നമുക്ക് എന്ത് പറയാം? നമ്മുടെ ലെപ്റ്റോട്ടീൻ എന്ന് പറയുന്ന ഫേസാണ്, ഇത് നമ്മുടെ സൈഗോട്ടീൻ എന്ന് പറയുന്ന ഫേസാണ്, ആൻഡ് ഇത് നമ്മുടെ പാക്കറ്റീൻ എന്ന് പറയുന്ന ഫേസാണ്, ആൻഡ് ഇത് നമ്മുടെ ഡിപ്ലോട്ടീൻ എന്ന് പറയുന്ന ഫേസാണ്, ആൻഡ് ഫൈനലി ഇത് നമ്മുടെ ഡയാകൈനസസ് ആണ്. അപ്പോൾ ഈ ഒരു ഒറ്റ കോഡിൽ നമ്മുടെ ആ ഒരു മിയോസിസ് 1ൻ്റെ പ്രോഫേസ് 1ൻ്റെ 5 സബ് സ്റ്റേജസ് നമുക്ക് ക്ലിയർ ആയില്ലേ? നമുക്കത് മറന്നു പോകാത്ത വിധം സ്റ്റക്കായില്ലേ? ഇങ്ങനത്തെ ഒത്തിരി കോഡുകൾ നമ്മുടെ ബാച്ചിൽ നമ്മുടെ ക്ലാസ്സുകളിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മെമ്മറി കൂട്ടാനുള്ള ഏറ്റവും നല്ല വഴി നിങ്ങൾക്ക് പറ്റുന്നതൊക്കെ എന്ത് ചെയ്യുക, കോഡുകളാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ തന്നെ ഉണ്ടാക്കുക. അതിന് നിങ്ങൾ ആരോടും പോയിട്ട് പറയുമൊന്നും വേണ്ട, നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിക്കുക. ഇതിന് ഒറ്റൊരു കാര്യം മാത്രമേ ഉള്ളൂ, ഇത് കുറച്ച് ടൈം എടുക്കും. ഒറ്റൊരു ദിവസം ഞാൻ ഇപ്പോൾ ഇരുന്ന് എനിക്കൊരു കോഡ് ഉണ്ടാക്കാൻ പറ്റണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പറ്റുന്നില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, ഒന്നെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സായിട്ടിരിക്കുക, എന്നിട്ട് നിങ്ങൾ തന്നെ ഒന്ന് ഡിസ്കസ് ചെയ്ത് എങ്ങനെ നമുക്കൊരു കോഡാക്കാം. അപ്പോൾ ആ ഒരു കോഡ് ഉണ്ടാക്കിയാലുള്ള ഗുണം എന്ന് പറഞ്ഞാൽ നിങ്ങളിത് ഒരിക്കലും പിന്നെ മറക്കില്ല. ഓക്കെ, അപ്പോൾ നമ്മുടെ മെമ്മറി കൂട്ടാനുള്ളൊരു കാര്യമാണ്. രണ്ടാമതായിട്ട് നമുക്ക് വേണ്ട ഒരു കാര്യമാണ് ഇമാജിനേഷൻ. അതായത് നമ്മളിപ്പോൾ ഒരു കോൺസെപ്റ്റ് പഠിക്കുന്ന സമയത്ത് വെറുതെ ഇങ്ങനെ ടെക്സ്റ്റ് ഇങ്ങനെ വായിച്ച് പോവാതെ ആ ഒരു കോൺസെപ്റ്റ് നിങ്ങൾ ഇമാജിൻ ചെയ്യുക. ഇപ്പം നമ്മളുടെ ബ്രെയിനിന് നല്ല കപ്പാസിറ്റി ഉണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും ഇമാജിനേഷൻ ഉള്ളൊരു കപ്പാസിറ്റി ഉണ്ട്, അല്ലേ? അപ്പം നമ്മളിപ്പോൾ ഒരു കോൺസെപ്റ്റ് പഠിക്കുക. ഇപ്പം ഞാൻ പറയുകയാണ് ബയോല്യൂമിനസെൻസ് എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ് ഞാൻ പറയുകയാണ്. അപ്പോൾ ബയോല്യൂമിനസെൻസ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഞാൻ പറയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാണ്? ബയോല്യൂമിനസെൻസ് എന്താണ്? ഒരു ലിവിങ് ഓർഗാനിസം എന്ത് ചെയ്യാണ്? ലൈറ്റ് എമിറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയാം? ബയോല്യൂമിനസെൻസ് എന്ന് പറയാം. അപ്പം നിങ്ങളുടെ മനസ്സിലൊരു ലിവിങ് ഓർഗാനിസം, ഇപ്പം മിസ്സിനെ എടുത്തോ, അപ്പം മിസ് ഇങ്ങനെ നിൽക്കേ മിസ്സിൻ്റെ ബോഡിയിൽ നിന്ന് ഇങ്ങനെ ലൈറ്റ് വരികയാണ്, അല്ലേ? എനിക്ക് എൻ്റെ ബോഡിക്ക് അങ്ങനെ ഒരു കപ്പാസിറ്റി ഉണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുക? ബയോല്യൂമിനസെൻസ് എന്ന് പറയുക. അങ്ങനെ നിങ്ങൾ ഓരോ കോൺസെപ്റ്റും ഇമാജിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. എന്താണ് ആ സംഭവം, അതിനൊന്ന് വിഷ്വലൈസ് ചെയ്യാൻ വേണ്ടി നോക്കുക. അതായത് സിനിമയിലും ആക്ച്വലി ഇതല്ലേ സംഭവിക്കുന്നത്? നമ്മൾ കേട്ട ഒരു കഥയെ എന്താക്കി മുന്നിൽ കാണിച്ചു തരുന്നു, നമുക്കൊരു വിഷ്വൽസ് ആക്കി തരുന്നു. ആ വിഷ്വൽസ് നമ്മൾ ഒരിക്കലും മറക്കുന്നില്ല, അല്ലേ? അപ്പോൾ അതേപോലെ നിങ്ങളുടെ ഈ കോൺസെപ്റ്റുകൾ നിങ്ങൾ എന്ത് ചെയ്യുക? വിഷ്വലൈസ് ചെയ്ത് ഇമാജിൻ ചെയ്ത് പഠിക്കാൻ വേണ്ടി നോക്കാം. അപ്പോൾ നമ്മളുടെ എക്സാമിനറുടെ ബാച്ചുകളിലൊക്കെ മിസ് ഇപ്പോൾ ക്ലാസ് എടുക്കുന്ന സമയത്ത് ഇപ്പോൾ ബയോളജി ഒക്കെ ആണെങ്കിൽ നമ്മൾ കുറേ വീഡിയോസ് കാണിക്കാറുണ്ട്. അപ്പോൾ വീഡിയോസ് കാണുമ്പോൾ എന്താണെന്ന് വെച്ചാൽ കുട്ടികളുടെ മനസ്സിലേക്ക് കോൺസെപ്റ്റ് വളരെ ഈസി ആയിട്ട് പോകും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ ആ ഒരു കോൺസെപ്റ്റിനെ വിഷ്വൽസ് ആക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക. അടുത്തൊരു കാര്യമാണ് മാക്സിമം ഇമേജസ് യൂസ് ചെയ്യുക എന്നുള്ളത്. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ വരച്ച് വെക്കാം. അപ്പം നിങ്ങളൊരു നോട്ടൊക്കെ എഴുതുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അപ്പം ഞാനിപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം യൂട്രസ്. അപ്പോൾ യൂട്രസിൻ്റെ ഒക്കെ ആണെങ്കിൽ മിസ്
എപ്പോഴും ഇങ്ങനെ ഒരു ഡയഗ്രാം വരച്ചിട്ടാണ് നമ്മുടെ ക്ലാസ് തുടങ്ങാറ്. അപ്പോൾ ഇത് ഈ ഒരു പിക്ചർ എന്താണ് നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സിലുണ്ടാവും. അപ്പോൾ ഇതേപോലെ നിങ്ങൾക്കും എന്ത് ചെയ്യാം, നിങ്ങളുടെ നോട്ട്സിൽ കുറേ പിക്ചേഴ്സ് വരയ്ക്കാം. മാക്സിമം പിക്ചേഴ്സ് വെക്കാൻ പറ്റുന്നതൊക്കെ നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യാം. അപ്പോൾ നമ്മളുടെ എക്സാമിനറിൻ്റെ ക്ലാസ്സുകളിൽ നമ്മൾ അധികവും മാക്സിമം പറ്റുന്നത്രത്തോളം ഇമേജസ് ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യാറ്, ക്ലാസ് എടുക്കാറ്. അപ്പോൾ അതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാര്യങ്ങളൊന്നും നമ്മുടെ മനസ്സിൽ നിന്ന് വിട്ടു പോവില്ല. ആ ഇമേജ് നമ്മുടെ മുന്നിൽ ഇങ്ങനെ സ്റ്റക്കായി കിടക്കും. അതുപോലെ തന്നെ ടെക്സ്റ്റ് ബുക്കൊക്കെ വായിക്കുന്ന സമയത്ത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ആ ഇമേജ് നിങ്ങൾ നോക്കുക. എന്തെങ്കിലും ഫ്ലോ ചാർട്ടുകൾ ഉണ്ടെങ്കിൽ അത് നല്ലപോലെ ഫോക്കസ് ചെയ്യാം. നിങ്ങൾക്ക് പറ്റുന്ന കോൺസെപ്റ്റുകളെല്ലാം ഇങ്ങനെ പിക്ചറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം. ആൻഡ് അടുത്തൊരു ടിപ്പാണ് റിവിഷൻ ആൻഡ് റീകോൾ. ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടിപ്പാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ റിവിഷൻ എന്ന് പറയുന്നൊരു സാധനം, അതാണ് നമ്മൾ ആദ്യമായിട്ട് പഠിക്കുമ്പോൾ നമുക്കുണ്ടാവുന്ന ഈ ഷോർട്ട് ടേം മെമ്മറി. നമ്മുടെ ബ്രെയിനിൽ ഹിപ്പോ ക്യാമ്പസ് എന്ന് പറയുന്ന ഒരു ഏരിയയിലാണ് ഈ ഷോർട്ട് ടേം മെമ്മറി ഉണ്ടാകുന്നത്. ഇത് ലോങ് ടേം മെമ്മറി ആയിട്ട് മാറണം എന്നുണ്ടെങ്കിൽ നമ്മളത് റിപ്പീറ്റഡ് ആയിട്ട് റീഡ് ചെയ്യണം. റിപ്പീറ്റഡ് വായിക്കുമ്പോഴാണ് നമ്മളുടെ ലോങ് ടേം മെമ്മറിയിലേക്ക് അത് സ്റ്റോർ ചെയ്യപ്പെടുന്നത്. ആൻഡ് ആ റിപ്പീറ്റഡ് ആയിട്ട് നിങ്ങൾ ചെയ്യുന്ന ഈ റിവിഷൻ എന്ന് പറയുന്നത് നോട്ട് ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കാതെ, നോട്ട് ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്, നമ്മളുടെ കണ്ണത് കാണുകയാണ്, നമ്മളുടെ ബ്രെയിനിൻ്റെ ഉള്ളിൽ ഓൾറെഡി ഉണ്ട്. അപ്പം നമ്മൾ വിചാരിക്കും ഇതെനിക്ക് കിട്ടുന്നുണ്ട്, ഇതെനിക്കറിയാം, ഇങ്ങനെ പോകും. പക്ഷേ റിവിഷനും റീകോളും ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ആ പഠിച്ച കാര്യം കവർ ചെയ്യാം. എന്നിട്ട് നമ്മളൊരു കോൺസെപ്റ്റ് എടുക്കുകയാണ്. എന്താണ് ഇപ്പം ഫൈലം ആർത്രോപോഡയുടെ ഫീച്ചേഴ്സ് ഞാനിതിങ്ങനെ കണ്ടുകൊണ്ട് വായിച്ചുകൊണ്ടിരിക്കാതെ അത് കവർ ചെയ്യുക. അത് കവർ ചെയ്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് വായിച്ചു നോക്കുക എന്തൊക്കെയാണ് ഫൈലം ആർത്രോപോഡയുടെ ഫീച്ചേഴ്സ്. ലാർജസ്റ്റ് ഫൈലമാണ്, അതിനകത്ത് എന്താണ് മെജോറിറ്റി ഇൻസെക്റ്റുകളാണ്, അവരുടെ ബോഡി എന്താണ്, അവർക്കൊരു കൈറ്റിനസ് എക്സോസ്കെലട്ടൺ ഉണ്ട്, അവർക്ക് ബോഡി ഹെഡ്, തൊറാക്സ്, അബ്ഡോമൻ എന്ന് പറഞ്ഞിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, സെൻസറി ഓർഗൻസ് ഉണ്ട്, എക്സ്ക്രീറ്ററി ഓർഗൻ ഇതാണ്. അങ്ങനെ നിങ്ങൾ ചിന്തിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക, അല്ലെങ്കിൽ ചിന്തിച്ചെഴുതാൻ വേണ്ടിയിട്ട് നോക്കുക. നിങ്ങൾക്ക് കിട്ടിയ കാര്യങ്ങളൊക്കെ അവിടെ എഴുതി വെക്കാം. അങ്ങനെ ആകുമ്പോഴേ അത് റീകോൾ ആവുള്ളൂ. അതായത് നമ്മൾ ബ്രെയിനിൽ നിന്നുള്ളത് നമ്മൾ വീണ്ടും എടുക്കുകയാണ്. അങ്ങനെ നിങ്ങൾ റിവിഷൻ ചെയ്തെങ്കിലേ കാര്യം ഉണ്ടാവുള്ളൂ. ഇനി അടുത്തൊരു നമ്മളുടെ സ്റ്റെപ്പാണ് ഫൈൻമാൻ ടെക്നിക്ക്. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. അതായത് നമ്മളൊരു ടീച്ചറായി നിന്നുകൊണ്ട് നമ്മൾ മറ്റൊരാളെ പഠിപ്പിക്കുന്ന ആ ഒരു മെത്തേഡിനെയാണ് ഫൈൻമാൻ ടെക്നിക്ക് എന്ന് പറയുക. അപ്പോൾ ഫൈൻമാൻ ടെക്നിക്കിലെ സ്റ്റെപ്സ് എന്ന് പറയുന്നത് ആദ്യം നമ്മളൊരു കണ്ടന്റ് ചൂസ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ എന്താണോ പഠിക്കാൻ പോകുന്നത്, അത് നമ്മൾ മറ്റുള്ളവരെ പഠിപ്പിക്കാൻ പോകുന്ന ആ കോൺസെപ്റ്റ് എന്താണെന്ന് ചൂസ് ചെയ്യാം. ദെൻ ടീച്ചർ ടോഡ്ലർ, ഒരു കുഞ്ഞു കുട്ടീനെ നമ്മൾ എന്ത് ചെയ്യുക, അത് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. ദെൻ ഐഡൻറ്റിഫൈ ദ ഗ്യാപ്സ്. അങ്ങനെ ഒരു കുഞ്ഞു കുട്ടീനെ പഠിപ്പിക്കാൻ വേണ്ടി നോക്കുമ്പോൾ നമുക്ക് തന്നെ മനസ്സിലാവും ഞാൻ പറയുന്നത് ശരിയല്ലല്ലോ എന്ന് നമുക്ക് തന്നെ ഒരു ഐഡിയ കിട്ടും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കി എനിക്ക് എവിടെയാണ് ഗ്യാപ്സ് വരുന്നത് അത് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് നമ്മൾ അത് ഒന്നുകൂടി പഠിക്കുക. എന്നിട്ട് വീണ്ടും സിംപ്ലിഫൈ ചെയ്ത് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി നോക്കുക. ഇനി നിങ്ങളുടെ വീട്ടിൽ അങ്ങനെ ഒരു കുഞ്ഞു കുട്ടിയോ അങ്ങനെ ആരും ഇല്ലെങ്കിൽ നിങ്ങളുടെ അമ്മമ്മമാരും അച്ഛച്ചന്മാരും ഉമ്മുമ്മമാരൊക്കെ ഉണ്ടാവുമല്ലോ, അവർ പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. അല്ലെങ്കിൽ നിങ്ങളൊരു മിററിന് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി നോക്കുക. അതും അല്ലെങ്കിൽ നിങ്ങൾക്കൊരു നല്ല ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ, നിങ്ങൾ വീട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്കൊരു ഗ്രൂപ്പ് വീഡിയോ കോൾ ചെയ്യാം. എന്നിട്ട് നിങ്ങൾ ഓരോരുത്തരും ഓരോ ടോപ്പിക്ക് ചൂസ് ചെയ്യുന്നു. ഓക്കെ, നിങ്ങളെല്ലാം കൂടെ എടുത്തിട്ട് ഇതെല്ലാം കൂടെ എനിക്ക് പഠിക്കാൻ സമയമില്ലല്ലോ, ഞാൻ എങ്ങനെ മറ്റുള്ളവരെ പഠിപ്പിക്കും, അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട. നിങ്ങളൊരു ടോപ്പിക്ക് ചൂസ് ചെയ്യുക, അതുപോലെ മറ്റൊരാളൊരു ടോപ്പിക്ക് ചൂസ് ചെയ്യുന്നു. എന്നിട്ട് നിങ്ങളത് അവരെ പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യാം. അങ്ങനെ പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഗ്യാപ്സ് ഫീൽ ചെയ്യും, ആ ഗ്യാപ്സ് നിങ്ങൾ ഫില്ല് ചെയ്യുന്നു. അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട് നിങ്ങളെ മറ്റൊരു ടോപ്പിക്ക് പഠിപ്പിച്ചു തരാണ് അല്ലേ. നമ്മളെ ഫ്രണ്ട്സ് പഠിപ്പിച്ചു തരുന്ന ഒരു ഗുണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ നമ്മളുടെ അതേ ലെവലിലാണുള്ളത്. അപ്പോൾ അവരത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടാവും. അത് ഏറ്റവും സിമ്പിളായിട്ടായിരിക്കും നമുക്ക് പറഞ്ഞുതരാം. അതായത് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ നമ്മളത് ഏറ്റവും സിംപ്ലിഫൈ ചെയ്യും. ആ രീതിയിൽ നമ്മൾ പഠിച്ചെടുത്തൊരു കാര്യം നമ്മൾ മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അത് ഭയങ്കര ഈസി ആയിരിക്കും. ഓക്കെ, അപ്പം ഈ ടെക്നിക്സ് ഒന്ന് ഫോളോ ചെയ്ത് നോക്കുക. അങ്ങനെ ഫോളോ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ മറന്നു പോകുന്നു, ഓർമ്മ കിട്ടുന്നില്ല എന്ന് പറയുന്ന പ്രശ്നങ്ങളൊക്കെ മാറ്റാൻ പറ്റും. ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക, അതേപോലെ തന്നെ ലൈക്ക് ചെയ്യുക. നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം. താങ്ക് യു.